ഏറ്റവും കൂടുതൽ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന അവരുടെ മുടിയിലാണ്. നമ്മൾ ഫ്രണ്ട്സിനോട് ഹാങ് ഔട്ടിന് പോകുമ്പോൾ, ഷോപ്പിങ്ങിന് പോകുമ്പോൾ സിമ്പിളായിട്ട് നമുക്ക് മുടി എങ്ങനെ സെറ്റ് ചെയ്യാമെന്നുള്ളത് ട്രൈ ചെയ്യാം. നമുക്ക് അയൺ ചെയ്ത് എഡ്ജ് ചെറിയൊരു വേവി ആക്കിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പെർഫെക്റ്റ് ആയിരിക്കും. ഈ ഫേസിന് കുറച്ച് കേളി ഹെയർ വന്നാലും കുഴപ്പമില്ല, വേവി ആണെങ്കിലും കുഴപ്പമില്ല, കുറച്ച് സ്ട്രെയിറ്റ് ആണെങ്കിലും സ്യൂട്ട് ആവുന്ന ഒരു ഫേസാണ്. ഓക്കെ, അപ്പോൾ ഇതെന്തൊക്കെയാ ഒന്ന് ചെയ്യാം, എന്താ എൻ്റെ ഹെയറിൽ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം. അത് നമ്മൾ അയൺ ചെയ്തിട്ട് തന്നെ എഡ്ജ് മാത്രം ചെറുതായിട്ടൊന്ന് ഒരു വേവി ഫീലിൽ, അതാവുമ്പോൾ കുറച്ച് സിമ്പിളായിരിക്കും, നന്നായിരിക്കും. ഓക്കെ, മാം നമ്മളിപ്പം ഹെയർ അയൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്? മെയിനായിട്ട് നമ്മുടെ സ്ട്രെയിറ്റ്നർ ഏറ്റവും നല്ല സ്ട്രെയിറ്റ്നർ ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിൻ്റെ ഉള്ളിലൊരു പ്ലേറ്റ് ഉണ്ട്, അത് നമ്മുടെ ഹെയറിന് പ്രൊട്ടക്ഷൻ തരുന്നത് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇപ്പം ചിലവർ അതിൽ ജെല്ല് തേച്ചിട്ടൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. അപ്പം ഇല്ല, ഹീറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്പ്രേ ചെയ്യാറുണ്ട്. ഇപ്പം നല്ല അയണർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാം, ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യാം, ഹെയറിന് ഡാമേജ് ഒന്നും സംഭവിക്കുന്നില്ല. ഇപ്പൊ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ചെറുതായിട്ട് പൊട്ടാനുള്ള സാധ്യതകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ലില്ല, നല്ല അയണറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെ പൊട്ടലൊന്നും സംഭവിക്കില്ല, കുറച്ചുകൂടി നല്ല മോയ്സ്ചറായിട്ട് നിൽക്കും. പിന്നെ അയൺ ചെയ്താൽ തന്നെ നല്ല പെർഫെക്റ്റ് ഉണ്ടാവും. സാധാരണ അയണർ വെച്ചാണ് ചെയ്യുന്നതെങ്കിൽ പെർഫെക്ഷൻ വരില്ല. അപ്പം ഞാൻ ചെയ്യുമ്പോഴൊക്കെ ഫുള്ളായിട്ട് എടുത്തിട്ട് ചെയ്യാറാണ് പതിവ്. അപ്പോൾ എന്താണ് ബെസ്റ്റ്? നമുക്ക് കറക്റ്റ് ഒരു വേവ് ഒരു ഫീൽ കിട്ടണമെങ്കിൽ എങ്ങനെ ചെയ്യുന്നതായിരിക്കും ബെസ്റ്റ്? നമുക്ക് അയൺ ചെയ്യാൻ എന്ത് സ്റ്റൈൽ ചെയ്യാൻ എടുക്കുകയാണെങ്കിലും ഫസ്റ്റ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്ത് പാർട്ടിഷൻ തിരിക്കുക. അതിനുശേഷം അടി ഭാഗത്തുനിന്ന് തിൻ ലെയറായിട്ട് അയൺ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യും. അതിനായിട്ട് എടുത്തു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും കാറ്റൊക്കെ വരുമ്പോഴേക്കും വീണ്ടും ഫ്രിസ് ചെയ്തിട്ട് വരും. നമ്മളിപ്പോൾ സ്ഥിരം ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡാമേജ് നമ്മുടെ ഹെയറിന്? സ്ഥിരം അയണിങ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ. ഒക്കേഷണലി ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതിനുശേഷം നമ്മൾ ഒരു സ്പാ ചെയ്യുന്നതും അല്ലെങ്കിൽ ഓയിൽ മസാജ് ചെയ്യുന്നതും മുടി വീണ്ടും സ്ട്രെങ്ത് കൂടും. എൻ്റെ തറവാട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും മുടി അഴിച്ചിട്ട് കഴിഞ്ഞാൽ അവർ ദേഷ്യപ്പെടും, മുടി കെട്ടിയിടുക, എപ്പോഴും ഇങ്ങനെ അഴിച്ചിടരുത് എന്ന് പറഞ്ഞിട്ട്. സോ ഏതാണ് ബെറ്റർ? മുടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൻ്റെ ഒരു ഫ്രെയിമാണ്. നമ്മുടെ ഫേസിൻ്റെ ഫ്രെയിം ഭംഗിയായാലാണ് നമ്മുടെ ഫേസിനും കൂടി ഭംഗി ഉണ്ടാവുള്ളൂ, അല്ലേ? എല്ലാ മുടിയും കെട്ടി വെച്ചിട്ട് നടക്കുന്ന ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഏത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് വലിയ വ്യത്യാസം തോന്നില്ല. പക്ഷേ മുടി അഴിച്ചിട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്ത് ഭംഗിയാക്കി ഇട്ടിട്ട് ഒരു ഡ്രസ്സ് ഇട്ട് ഒരു പാർട്ടിക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ലുക്ക് ഒന്ന് വേറെയാണ്, ഡിഫറെൻ്റ് ആണ്. ഇതിപ്പോൾ എൻ്റെ ഹെയർ അയൺ ചെയ്തിട്ട് ഒരു ലാസ്റ്റ് ഒരു എൻഡ് ആവുമ്പോൾ ഒന്ന് വേവ് ചെയ്തിട്ടിരിക്കുന്നതാണ്, ഇതൊന്നും ചെയ്യാത്തത്. സോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും എന്താണ് ഡിഫറൻസ് എന്നുള്ളത്. ഇത് നല്ല സ്മൂത്തായിട്ട് നല്ല രസമായിട്ട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് അടുത്ത സൈഡും കൂടി ചെയ്തിട്ട് ബാക്കി നോക്കാം. ഗായത്രിയുടെ ഹെയർ നല്ല ഫ്രിസി ഹെയർ ആയിരുന്നു. അത് നമ്മൾ അയൺ ചെയ്ത് എഡ്ജ് കേൾ ചെയ്ത് നല്ല സ്റ്റൈൽ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പോൾ അയൺ ചെയ്യുമ്പോൾ എപ്പോഴും ഈ പെർഫെക്ഷൻ വരണമെങ്കിൽ നല്ല അയണറായിരിക്കണം. നമ്മൾ ഈ അയണർ മേടിക്കുമ്പോൾ എന്താണ് ക്രൈറ്റീരിയ? എങ്ങനെയാണ്, എന്താ നോക്കിയിട്ടാണ് നമ്മൾ മേടിക്കേണ്ടത് ശരിക്കും? നമ്മുടെ ഈ അയണർ മേടിക്കുമ്പോൾ നമുക്ക് മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് വണ്ണാണ് മേടിക്കേണ്ടത്. അതിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ പ്ലേറ്റ് വന്നിട്ട് ഒന്നില്ലെങ്കിൽ സിറാമിക് ആയിരിക്കണം, അല്ലെങ്കിൽ പ്ലാറ്റിനം മെറ്റീരിയൽ ആയിരിക്കണം. ഓക്കെ, സോ അതായിരിക്കും കുറച്ചും അതാണ് നമ്മുടെ ഹെയറിന് ഡാമേജ് ഉണ്ടാക്കാതെ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന സ്റ്റൈൽ ചെയ്യാനും സാധിക്കും, ഈസി ആയിട്ട് കഴിയും. നമുക്ക് പെട്ടെന്നൊന്ന് പുറത്ത് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ചെയ്തിട്ട് ഈസി ആയിട്ട് പോകാം. ഇതിപ്പോൾ ഒരു 15 to 20 minutes എടുത്തിട്ടുള്ളൂ നമ്മൾ ചെയ്യാനായിട്ട്. സോ കുറച്ചും കൂടി ഈസി ആയിട്ട് ചെയ്യാനുള്ള ഒരു ടിപ്പാണ് മാം നമുക്ക് പറഞ്ഞത്.
This is 24.